നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ഭയന്നത് തന്നെ സംഭവിച്ചു. വോട്ട് ചെയ്യാനായി പോയ ബംഗാളികൾ ആരും തന്നെ തിരികെ വന്നില്ല. വന്നതാകട്ടെ വളരെ കുറച്ചു പേരും. സംസ്ഥാനത്തെ തൊഴിൽ മേഖല ആകെ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ചും നിർമ്മാണ മേഖല. കെട്ടിട നിർമ്മാണ കരാറുകാരും കൺസ്ട്രക്ഷൻ കമ്പനികളുമെല്ലാം ബംഗാളികളെ തേടി വേഴാമ്പലിനെ പോലെ കേരളത്തിൽ ഇരിക്കുകയാണ്. നിരവധി പദ്ധതികളാണ് ഇപ്പോൾ കേരളത്തിൽ നിർത്തിവച്ചിരിക്കുന്നത്. തൊഴിലാളി ക്ഷാമം സംസ്ഥാനത്ത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ബംഗാളികളെ എങ്ങനെയും തിരിച്ചെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേക്ക് കേരളത്തിലെ കൺസ്ട്രക്ഷൻ കമ്പനികൾ ഒരു കത്ത് നൽകിയിരിക്കുന്നു. അതായത് ഹൗറയിൽ നിന്നും കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ കമ്പനികൾ, കൺസ്ട്രക്ഷൻ കമ്പനികൾ ഇങ്ങനെ ഒരു കത്ത് ഇന്ത്യൻ റെയിൽവേക്ക് നൽകിയിരിക്കുന്നത്? രസകരമാണ് ഉത്തരം. ബംഗാളികളെ എത്രയും വേഗം തിരിച്ചെത്തിക്കണം. ബംഗാളികൾ തിരിച്ചെത്തുന്നതും കാത്തിരിക്കുകയാണ്. അവർ തിരിച്ചെത്താത്തതിന് കാരണമായി പറയുന്നത് ട്രെയിൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിലിൽ 23-നും 29-നും 2 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ 2 ഘട്ടങ്ങളിലായും ലക്ഷക്കണക്കിന് ബംഗാളികളാണ് കേരളം വിട്ട് നേരെ പശ്ചിമ ബംഗാളിലേക്ക് പോയത്. വോട്ട് ചെയ്യാൻ ഉത്സാഹത്തോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളിലും ജോലി ചെയ്തിരുന്ന ഭായിമാർ സ്വന്തം നാട്ടിലേക്ക് പോയി. അതിൻ്റെ ഫലം നമ്മൾ കണ്ടു. വലിയ ഒരു തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം നമ്മൾ കണ്ടതാണ്. 2 ഘട്ടങ്ങളിലും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നു. അവിടെ ഭരണമാറ്റമുണ്ടാകുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം മമതാ ബാനർജി സർക്കാരിനെതിരെ ഉണ്ടാകുന്നു. ആ ഭരണവിരുദ്ധ വികാരം പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലുണ്ടായി. കാരണം നമുക്കറിയാം, ബംഗാളിലെ സാഹചര്യവും ബംഗാളിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ സാഹചര്യവും താരതമ്യം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ അവരുടെ മനസ്സിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉടലെടുത്തു. ഇവർ കൂട്ടത്തോടെ പോയി വോട്ട് ചെയ്തു. മമതാ ബാനർജി സർക്കാർ താഴെ വീണു. ഇപ്പോൾ BJP സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ബംഗാളികൾ മടങ്ങി വരാത്തത്? അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ. അതായത് പശ്ചിമ ബംഗാളിൽ അനധികൃത കുടിയേറ്റം രൂക്ഷമായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നും അതിർത്തി കടന്നെത്തുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ആ സംസ്ഥാനത്തിന് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതൊന്നും നോക്കാതെ അതിഥികളെ ഇങ്ങോട്ട് കയറ്റി വിട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തൊഴിലില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സർക്കാരിൻ്റെ വികസനരഹിതമായ നയങ്ങൾ കൂടിയാകുമ്പോൾ നിരവധി പ്രവാസികൾ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഇവരെല്ലാം അന്യ സംസ്ഥാനങ്ങളിലേക്ക് സ്വന്തം നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് ജോലിക്കായി പോയത്. അന്യ സംസ്ഥാനങ്ങളിൽ പോയി പെടാപ്പാട് പെട്ട് കുടുംബത്തിലേക്ക് അയക്കുന്ന പണം കൊണ്ടാണ് ബംഗാൾ എന്ന സംസ്ഥാനം ഇത്രയും കാലം തള്ളിയും ഉന്തിയും പോയത്. പക്ഷേ ഇനിയെങ്കിലും തങ്ങൾക്ക് തങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്യാൻ കഴിയണം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി അവർക്ക് അതിലൊരു പ്രതീക്ഷയുണ്ട്. BJP സർക്കാർ ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ സംസ്ഥാനത്തിന് പുറത്താക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഓരോ പ്രഖ്യാപനങ്ങളും ഓരോ ദിവസവും വരുന്നുണ്ട്. ഇങ്ങനെ പിടിക്കപ്പെടുന്ന അനധികൃത ബംഗ്ലാദേശികളെ നേരിട്ട് BSFന് കൈമാറും എന്നാണ് ഇന്നലെ വന്ന പ്രഖ്യാപനം. ഇങ്ങനെ ത്വരിതഗതിയിൽ ബംഗ്ലാദേശികളെ പുറത്താക്കുമ്പോൾ ബംഗാൾ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ കൂടുതലായി അവിടുത്തെ സ്വദേശികൾക്കായി സൃഷ്ടിക്കപ്പെടും. അങ്ങനെയാണ് എങ്കിൽ പിന്നെ അവർക്ക് മുന്നോട്ട് പോകേണ്ട, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിൽ തേടി പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ കാത്തിരുന്ന് കാണുകയാണ്. സംസ്ഥാനത്ത് ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്നും കൺസ്ട്രക്ഷൻ മേഖലയിൽ അടക്കം വലിയ രീതിയിലുള്ള വികസനം നടക്കുമെന്നുമൊക്കെ തൊഴിലാളികൾ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം സംസ്ഥാനത്ത് ജോലി ചെയ്യാമെന്ന പ്രതീക്ഷ ബംഗാളികളിലുണ്ട്. വോട്ട് ചെയ്ത ശേഷം ബംഗാളികൾ തിരികെ വരാത്തതിന് കാരണം അതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കൺസ്ട്രക്ഷൻ കമ്പനികൾ വരുന്ന ബംഗാളികളെ റാഞ്ചിയെടുക്കാനായി ഇപ്പോൾ പ്രത്യേകം സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലും ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലുമെല്ലാം ഇത്തരം സംഘങ്ങൾ ആക്റ്റീവാണ്. 200 ബംഗാളികൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ബംഗാളിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ തിരികെ വരുന്നത് അതിൽ 20 പേർ മാത്രമായിരിക്കും. അവരെ ചെന്നൈയിൽ നിന്നും അതുപോലെ തന്നെ ബംഗളൂരിൽ നിന്നും റാഞ്ചിയെടുത്ത് നേരെ കേരളത്തിലെ പണി സൈറ്റുകളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഈ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം.
ശമ്പളമടക്കം കൂട്ടിക്കൊടുക്കാമെന്ന വാഗ്ദാനങ്ങളടക്കം നൽകുന്നുണ്ട്. ഈ രീതിയിൽ കേരളത്തിലെ നിർമ്മാണ മേഖല ഇപ്പോൾ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. സ്വന്തം സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെടുമെന്ന ധാരണയോടുകൂടി അന്യ സംസ്ഥാനങ്ങൾ, അതായത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ഈ ദേശീയപാത നിർമ്മാണത്തിലും മറ്റുമൊക്കെ പുതുതായി ജോയിൻ ചെയ്തവരുമുണ്ട്. അവരാരും ഇങ്ങോട്ട് തിരികെ വരാൻ പോകുന്നില്ല. എന്തായാലും മടങ്ങിപ്പോയ ബംഗാളികളിൽ നല്ലൊരു വിഭാഗം അവിടെ തന്നെ തുടരാനുള്ള സാഹചര്യം ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ടാകും അതിൻ്റെ പ്രത്യാഘാതമെന്ന് ഈ ബക്രീദ് കഴിഞ്ഞു മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം വലിയൊരു വിഭാഗം ബംഗാളികൾ ബക്രീദിന് ശേഷം നാട്ടിൽ വരാം എന്ന ചിന്തയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ബക്രീദിന് ശേഷം മാറ്റമുണ്ടാകുമെന്ന് കേരളത്തിലെ കമ്പനിക്കാർ, കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ബംഗാളികളെ കാത്ത് ഇങ്ങനെ കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ ഇരിക്കുകയാണ്. പ്രോജക്റ്റുകൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ വന്നില്ലെങ്കിൽ കേരളത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കമ്പനികൾ പറയുന്നു. നിർമ്മാണം നടന്നില്ല എങ്കിൽ വലിയ നഷ്ടമുണ്ടാകും. ആ നഷ്ടമുണ്ടായാൽ ഉള്ളവർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കമ്പനികൾ പോകും. കമ്പനികൾ അങ്ങനെ തുരുതുര പൂട്ടിയാൽ കേരളത്തിൽ സാമ്പത്തിക മാന്ദ്യവും ഉണ്ടാകും. ഇതെല്ലാമാണ് ബംഗാളികൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഉള്ള പ്രത്യാഘാതം. പക്ഷേ ഇവർ ഈ ഒരു പെരുന്നാളിന് ശേഷം എല്ലാവരും തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ നിർമ്മാണ കമ്പനികളെല്ലാം.